അടുത്ത ഞായറാഴ്ചത്തെ വചന പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ഒരു വർഷം 2 പ്രാവശ്യം വചന പെരുന്നാൾ ആചരിക്കുന്നുണ്ട്. മാർച്ച് മാസം 25-ാം തീയതി ചരിത്ര സംഭവമായി നമ്മളതിനെ ഓർക്കുന്നു. ഒരു വർഷം കൊണ്ട് യേശുവിൻ്റെ ജീവചരിത്രം ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയുടെ ഭാഗമായി എല്ലാ കുർബാനയിലും എല്ലാ വർഷവും ജന്മപ്പെരുന്നാളിന് മുമ്പായി വചന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. അതനുസരിച്ച് അടുത്ത ഞായറാഴ്ച വചന പെരുന്നാൾ നടത്തുകയാണ്. വചന പെരുന്നാളിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മളിന്ന് വായിച്ചിരിക്കുന്നു. ആ വചന പെരുന്നാളിൻ്റെ സന്ധ്യയ്ക്ക് നമ്മുടെ പിതാക്കന്മാർ ധ്യാനിച്ചതായ ഈ വചനം നമുക്ക് എന്ത് സന്ദേശം തരുന്നു? ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള ഭാഗത്ത് മാതാവിനെ പരാമർശിക്കുന്ന ഒരു പ്രസ്താവന കർത്താവ് നടത്തിയത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനോട് അടുക്കുവാൻ കഴിഞ്ഞില്ല. നിൻ്റെ അമ്മയും സഹോദരന്മാരും എന്നെ കാണുവാൻ ഇച്ഛിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് ഇരർ അവനോട് അറിയിച്ചപ്പോൾ അവരോട് അവൻ പറഞ്ഞത്, ദൈവവചനം കേട്ട് ആരനുസരിക്കുന്നുവോ അവരാകുന്നു എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് കർത്താവിൻ്റെ മാതാവിനോളം സ്ഥാനം കർത്താവ് കൊടുക്കുന്നുവെന്ന് അവിടെ ഓർപ്പിച്ചിരിക്കുന്നു. വചന പെരുന്നാളിൽ കന്യമറിയാമിനെ ഓർക്കുന്ന ദിവസത്തിൽ കന്യമറിയാമാണ് ദൈവത്തിൻ്റെ വചനം 100% അനുസരിച്ചയാൾ. അപ്പോൾ ആ കന്യമറിയാം ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തയാളെന്ന നിലയിൽ, ദൈവത്തെ ഏറ്റവും അധികം പ്രസാദിപ്പിച്ചയാളെന്ന നിലയിൽ ദൈവപ്രസാദം നേടി. ആ കന്യമറിയാവിനോളം നമുക്കും ദൈവവചനം അനുസരിച്ചാൽ ദൈവപ്രസാദം നേടാൻ സാധിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. വചനം സ്വീകരിച്ചപ്പോഴാണ് മാതാവ് സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടത്. നമുക്കും കർത്താവിൻ്റെ സ്വന്തമായി തീരുവാൻ വചനം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ, വചനം കേൾക്കുവാൻ തിങ്ങിക്കൂടിയിരുന്ന ജനങ്ങളെ നോക്കിയിട്ടാണ് പറഞ്ഞത്, എന്നെ കാണാൻ വന്നു നിൽക്കുന്ന എൻ്റെ അമ്മയോളം നിങ്ങൾക്കും ദൈവപ്രസാദം നേടാൻ സാധിക്കും, ഈ കേൾക്കുന്ന വചനം അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. ഈ വാക്യത്തിൻ്റെ മറുവശം എന്താണ്? വചനം കേട്ടിട്ട് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് യേശുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതായി തീരുമെന്നും ഒരർത്ഥം അതിനകത്തില്ലേ? വചനം കേൾക്കുന്നവർ അമ്മയും സഹോദരന്മാരും ആയിത്തീരുന്നെങ്കിൽ വചനം അനുസരിക്കാത്തവരാരാ? ആരുമല്ലെന്നാ. അപ്പോൾ ദൈവവചനത്തിലൂടെയാണ് നമുക്ക് യേശുവിനോട് ബന്ധമുണ്ടാകുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. അപ്പം ദൈവത്തെ പിതാവായി വിളിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാകുന്ന വചനം തമ്പുരാനെ നമ്മൾ കൈക്കൊള്ളണമെന്നാണ് പറയുന്നത്. അപ്പോൾ വചനമായ പുത്രനെ കൈക്കൊണ്ടാൽ ആ പുത്രനെ നമുക്ക് അയച്ചു തന്ന പിതാവിനെ പിതാവെന്ന് വിളിക്കുവാനും പിതാവിൻ്റെ മക്കളായി തീരുവാനും നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പുത്രനിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ സാധിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ സ്വന്തമായി നമുക്ക് മാറാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ വചനം കേട്ടിട്ട് വചനം തള്ളിക്കളഞ്ഞാൽ നമ്മൾ യേശുവിനെ തള്ളിക്കളയുകയാണ്. മാമോദിസായിൽ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ അത് മായ്ച്ചു കളയാനും സാധ്യതയുണ്ട്. മാമോദിസായുടെ ദിവസം നമ്മൾ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ തള്ളോട്ടവർ നമുക്ക് വേണ്ടി പറഞ്ഞു. 12-ാം വയസ്സിലെ പ്രതിഷ്ഠാ പെരുന്നാളിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു ആദ്യ കുമ്പസാരം നടത്തിയെങ്കിൽ
അങ്ങനെ നമ്മൾ ദൈവമക്കളുടെ പദവി പുതുക്കിയെങ്കിലും ദൈവവചനം തള്ളിക്കളഞ്ഞാൽ ദൈവം നമ്മളെ തള്ളുന്നുണ്ട്, അത് ദൈവകോപത്തിനിടയാകുമെന്നുള്ള കാര്യം ഓർക്കുന്നു. ദൈവം നമ്മളെ തള്ളുന്ന കാര്യം നമ്മൾ അറിയാതെ പോകാം. ദൈവവചനത്തെ നമ്മൾ തള്ളിക്കളയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാം. നമ്മുടെ അജ്ഞത കൊണ്ടോ ബലഹീനത കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ദൈവവചനത്തെ നമ്മൾ തള്ളിയിട്ട് നമ്മൾ ദൈവത്താൽ തള്ളപ്പെട്ട അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെത്രയും നേരത്തെ തിരിച്ചറിയുന്ന നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കും. എല്ലാ വർഷവും വചനപ്പെരുന്നാൾ വച്ചിരിക്കുന്നത് നമ്മൾ വചനത്തെ തള്ളിയവരാണോ, വചനം ഉൾക്കൊണ്ടവരാണോ, കൈക്കൊണ്ടവരാണോ എന്ന് പരിശോധിക്കാനാണ്. വചനം കൈക്കൊണ്ടവരാണെങ്കിൽ കർത്താവിൻ്റെ അമ്മയെപ്പോലെ നമ്മൾ ആദരിക്കപ്പെടും. അമ്മയെപ്പോലെ നമ്മൾ കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ള പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് എടുക്കപ്പെടുന്ന അവസരത്തിൽ വചനം നമുക്ക് ചെയ്തു തരേണ്ട ആ വലിയ ഉപകാരം എന്താണ്? വചനം കൈക്കൊള്ളുന്നവരും ആ വചനം വിശ്വാസമായി പരിണമിച്ച് വിശ്വാസം പ്രത്യാശയും ദൈവസ്നേഹവുമായിട്ട് അത് ദൈവപരിജ്ഞാനമായി മാറി യഹോവ ഭക്തിയായി മാറി ആ യഹോവ ഭക്തർക്കുള്ള നല്ല ബുദ്ധിയും നല്ല ജ്ഞാനവും പ്രാപിച്ച് കർത്താവിൻ്റെ കല്യാണത്തിന് മുമ്പേ ഒരുങ്ങേണ്ട കാര്യങ്ങളെല്ലാം ഒരുങ്ങി കർത്താവിൻ്റെ വരവെങ്കിൽ പോകാൻ തയ്യാറായിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഈ വചനം നമുക്ക് തരുന്നത്. ആ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഭൂമിയിൽ ഈ കാര്യം വരുന്നുണ്ട്. 10 കന്യകമാരുടെ ഭൂമിയിൽ 5 കന്യകമാരോട് ഒരു കാര്യം തീർത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. എത്രാം വാക്യത്തിലാണ്? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇപ്പം ബുദ്ധിയില്ലാത്ത കന്യകമാരെ കർത്താവ് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്ന് കാര്യം എന്നാ, എല്ലാം അറിയുന്നവനായ ദൈവം കള്ളം പറയുമോ? കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളെവിടെ പോയി കിടക്കുമായിരുന്നു? നിങ്ങളെ കല്യാണത്തിന് വിളിച്ചതാ, മണവാളനെ സ്വീകരിപ്പാൻ നിങ്ങളെ വിളിച്ചതാ. എങ്ങനെയാ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞതാ? വിളക്കിൽ എണ്ണയൊക്കെ എടുത്ത് അത് കത്തുമെന്നൊക്കെ നോക്കി റെഡിയായിട്ട് വരാൻ പറഞ്ഞതാ. ഇത് 5 പേര് വിളക്കെടുത്തു, പക്ഷെ എണ്ണ എടുത്തില്ല. എന്താ കാര്യം? മറ്റേ കന്യകമാര് മഹാമനസ്കരാണ്, ദയയുള്ളവരാണ്, കരുണയുള്ളവരാണ്. അവർ പല കാര്യങ്ങളും ഔദാര്യമായി ദാനം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ വിചാരിച്ചു, ഞാൻ വെറുതെ എണ്ണ എടുക്കുന്നതിനാ, അവരുടെ എണ്ണയുണ്ടല്ലോ, ചോദിച്ചാൽ കിട്ടും എന്ന് അവർ കരുതി. പക്ഷേ ആ കണക്ക് തെറ്റിപ്പോയി. ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവിടെ വിളക്കൊന്ന് കത്തിച്ച് നോക്കേണ്ടതായിരുന്നു, കത്തുവോ ഇല്ലയോ എന്ന്. കത്തുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കത്തുന്നില്ല എന്ന് കാണുമ്പോൾ അന്നേരം തന്നെ വേണമെങ്കിൽ എണ്ണ അവരോട് ചോദിച്ചിട്ട് എണ്ണ അവിടെ ഇരുന്ന് കിട്ടുകയില്ലാന്ന് അറിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് തന്നെ കടയിൽ പോയി എണ്ണ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇവർക്ക് 10 പേർക്കും കല്യാണത്തിന് പോകാമായിരുന്നു. അപ്പം ബുദ്ധി എന്ന് പറയുന്നത് നേരത്തെ തന്നെ വേണ്ടത് കരുതുക. നമ്മുടെ ആത്മാവിൻ്റെ ദൈവം കത്തുവോ ഇല്ലയോ എന്ന് ഇപ്പോഴൊന്ന് പരിശോധിച്ച് നോക്കണം. അന്നേരം നോക്കിയാൽ പോരാ. അതാ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ദീപമാണെന്ന വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ദീപമായി മാറും. നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തിച്ച് നോക്കണം എന്നും. കത്തുന്നുണ്ടോ എന്ന്. കത്തുന്നില്ലെങ്കിൽ, എണ്ണയില്ലെങ്കിൽ ഉള്ളിടത്ത് പോയി വാങ്ങിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവസാന മിനിറ്റിൽ ഇവർ എണ്ണ വാങ്ങിക്കാൻ പോയപ്പോഴാണ് മണവാളൻ വന്നിട്ട് ബുദ്ധിയുള്ളവരെയും കൊണ്ടുപോയി പിന്നെ മുട്ടിയപ്പോഴാണ് നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം
ഈ വചനം പെരുന്നാളിലെങ്കിൽ നമ്മുടെ ദീപം കത്തുമെന്ന് നോക്കണം. കന്യമറിയാമിൻ്റെ ദീപം വചനത്താൽ കത്തി, അത് പ്രകാശിച്ചു, അത് തണ്ടിന്മേൽ വെച്ചു, അത് അനേകർക്ക് പ്രകാശമായി. കർത്താവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ചുവട് വരെയും മാതാവ് ദൈവേഷ്ടപ്രകാരം യേശുവിനെ അനുഗമിച്ചു. കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കണ്ട് ഇത് മനുഷ്യജാതിയുടെ രക്ഷയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മകന് ഒത്താശ നൽകി, മോനെ, ഈ കുരിശിൻ്റെ കഷ്ടതകൾ മനുഷ്യജാതിയെ രക്ഷിക്കാനാണ്, നീ അത് സന്തോഷത്തോടെ സഹിച്ചു, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നമുക്ക് ലോകത്തെ രക്ഷിക്കണം, പാപപ്പാമ്പിന് തലയതയ്ക്കണം, മനുഷ്യരെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞ് മാതാവ് കർത്താവിൻ്റെ കൂടെ വചനപ്രകാരം നിന്നപ്പോൾ മാതാവിൻ്റെ വിളക്ക് അങ്ങനെ ശോഭിക്കുകയായിരുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തുന്നുണ്ടോ? അതാരാണ് കത്തിക്കേണ്ടത്? ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് അങ്ങനെ ദയയില്ലാത്ത ശബ്ദം കേൾക്കേണ്ടി വന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഇന്ന് കർത്താവ് വന്നാൽ നമ്മുടെ ദൈവം കത്താതെ പോകാനൊക്കാതെ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുമോ? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് ദൈവം അറിയുന്നതെന്നൊരു വചനമുണ്ട്. ദൈവത്തെ സ്നേഹിക്കാത്തവരെ ദൈവം അറിയുന്നില്ല. അപ്പോൾ രണ്ടു തരം അറിവുണ്ട്, സ്നേഹമുള്ളവരുടെ അറിവും സ്നേഹമില്ലാത്തവരുടെ അറിവും. സ്നേഹമുള്ളവരെ അറിയുന്നതും സ്നേഹമില്ലാത്തവരെ അറിയുന്നതും ഒരുപോലെയല്ല. സ്നേഹമുള്ളവരുടെ അറിവിന് മാത്രമേ പ്രയോജനമുള്ളൂ, അംഗീകാരമുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ കന്യമറിയാം വചനം കേട്ടപ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ മറിയാമിൻ്റെ ദീപം ശോഭിക്കുകയും അത് തണ്ടിന്മേൽ ഉയർത്തി വയ്ക്കുകയും എല്ലാ തലമുറക്കാരും തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞ് മറിയാം ആത്മാവിൽ പാട്ടുപാടിയതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ വർഷത്തെ വചന പെരുന്നാളിൽ നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തിയോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുന്നതാണ്. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ സങ്കീർത്തനം, നമ്മുടെ ആത്മാവിൻ്റെ ദീപം ദൈവം തന്നെയാണ് കത്തിക്കേണ്ടത്. അതെപ്പോഴാണ് കത്തുന്നതെന്ന് 18-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദീപം യഹോവ കത്തിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? 23 ഭാഗത്ത് അതെഴുതിയിരിക്കുന്നു. ഞാൻ അവൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി ഇരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈക്കുള്ള വെടിപ്പിൻ്റെ പ്രകാരം എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കും. എളിയജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അപ്പം മാതാവിൻ്റെ ആത്മദീപം, യഹോവയായ ദൈവം ദൂതനെ അയച്ച് അത് ശോഭിപ്പിച്ചു. ആ പ്രകാശം ഒരിക്കലും കെട്ടില്ല. പിന്നെ അത് കർത്താവിൻ്റെ കാൽവരി ക്രൂശ് വരെയും ഈ അന്ധകാര ലോകത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ മാതാവിനെ സഹായിച്ചു. അതിൻ്റെ ശേഷം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട ശേഷം സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ കൽപ്പന പ്രകാരം 120 പേരോടൊപ്പം കാത്തിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ദൈവവേല ചെയ്തു എന്നുള്ള കാര്യവും ഈ മാതാവിൻ്റെ ദീപം കത്തിയതിന് പ്രയോജനം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിന്ന് വായിച്ചതായ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ദീപം കത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം ഇന്ന് വായിച്ചതായ ലൂക്കോസ് 8-ാം അധ്യായത്തിലുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ, വിളക്ക് കത്തിച്ചിട്ട് ആരും അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിൻ്റെ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടത് തണ്ടിന്മേലെത്ര വയ്ക്കുന്നത്. എന്താ ഈ തണ്ടിന്മേൽ വയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ എല്ലാ ആത്മാവിൻ്റെ ദീപം ഒന്ന് കത്തിയതാണ്. മാമോദിസ ഏറ്റ ദിവസം മാമോദിസ ഏറ്റ് മൂറോൻ്റെ അഭിഷേകം നടത്തി നമ്മളെ ദൈവം ഭാഗം സമർപ്പിച്ചപ്പോൾ
ദൈവവചനം കേട്ട് വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ആത്മാവിൻ്റെ ദീപം ഒന്ന് കത്തിയതാണ്. ആത്മാവിൻ്റെ ദീപം കത്തിയതിൻ്റെ ശേഷം പിന്നെ കെട്ടുപോയോ? എങ്ങനെയാണ് കെട്ടുപോകുന്നത്? ആത്മാവിൻ്റെ ദീപം കത്തിച്ചതിന് ശേഷം അത് കെട്ടുപോകാതിരിക്കണമെങ്കിൽ കാറ്റടിച്ച് കെടാതിരിക്കാൻ ഒരു ചിമ്മിനിയുടെ വെക്കുന്നത് നല്ലതാണ്. മെഴുതിരി കത്തിച്ചതിന് ശേഷം അത് കെട്ടുപോകാതിരിക്കുവാൻ തക്കവണ്ണം പാൻ ഓൺ ചെയ്യുമ്പോൾ അത് കെട്ടുപോകാതിരിക്കാൻ ഒരു ചിമ്മിനിയുടെ വെച്ചേക്കുന്ന മധുവായിലൊക്കെ ഇരിക്കുന്ന ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ദീപത്തെ സംരക്ഷിക്കാനുള്ള ആ സംവിധാനം നമുക്കുണ്ടോ? ആ പ്രകാശം എല്ലാവർക്കും കിട്ടത്തക്കവണ്ണം തണ്ടിന്മേലാണോ വെച്ചിരിക്കുന്നത്? തണ്ടിൻ്റെ മുകളിലാണോ വെച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വശങ്ങളിൽ ആത്മാവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ആത്മാവിനെ കത്തിച്ചാൽ അത് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഉയർന്ന് എല്ലാത്തിനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് വെച്ചാൽ അത് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ വിളക്ക് കത്തിയതിന് ശേഷം അതിൻ്റെ ആ പ്രകാശം കെട്ടുപോവുകയോ ആർക്കും പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്യുന്ന എപ്പോഴാണ്? ആ വിളക്കിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഒന്നാം സ്ഥാനം വേറെ പലതും അപഹരിക്കാൻ സാധ്യതയുണ്ട്. ഏതെല്ലാമാണ്? വിളക്ക് കത്തിച്ചിട്ട് അത് പാത്രം കൊണ്ട് മൂടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരം കഴിക്കാനാണ്. ആഹാരം കഴിക്കാനും വെള്ളം കോരാനും ധാന്യങ്ങൾ അളക്കാനും ഒക്കെ നമ്മൾ പാത്രം ഉപയോഗിക്കുന്നുണ്ട്. കത്തിയിരിക്കുന്നതായ വിളക്ക് ആഹാരത്തിനേക്കാളും ആഹാര സമ്പാദ്യത്തിനേക്കാളൊക്കെ പ്രാധാന്യം അർഹിച്ചിട്ട് അത് ഒന്നാം സ്ഥാനം ആർജിക്കണം. പാത്രം കൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും ദൈവത്തിൻ്റെ വചനങ്ങളെക്കാളും വയറിനും ആഹാരത്തിനും ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ പ്രകാശം പാത്രത്തിൻ്റെ കീഴായി പോകും. അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു ബലഹീനതയാണ് ആഹാരം മനുഷ്യന് അത്യാവശ്യമാണെങ്കിലും ആത്മാവിനേക്കാൾ ദൈവാത്മാവിനേക്കാൾ വചനങ്ങളെക്കാളധികം ആഹാരത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പാത്രം കൊണ്ട് വിളക്ക് മൂടി അത് കെട്ടുപോകുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അപ്പം ആഹാരത്തിനേക്കാൾ അധികം ദൈവത്തിനും ദൈവജനത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിനാണ് ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുക്കുന്നത്. ബുധൻ വെള്ളി ഉപവാസം വരാൻ പോകുന്ന 25 നോമ്പ് 1-ാം തീയതി തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം ആഹാരത്തിനേക്കാൾ ദൈവവചനത്തിനും ദൈവത്തിനും ദൈവാത്മാവിനും ദൈവരാജ്യത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നോമ്പ് കാലങ്ങളിൽ ആഹാരം വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ വിളക്ക് മുകളിൽ നിൽക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഭക്ഷണത്തെക്കാളും പാനീയത്തെക്കാളും അധികം ദൈവത്തിനും ദൈവരാജ്യത്തിനും നീതിക്കും സമാധാനത്തിനും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കാമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ദൈവം എല്ലാത്തിനും മുകളിൽ ഉയർന്നു നിൽക്കും. അത് അന്ധകാരത്തെ ദൂരീകരിച്ചുകൊണ്ടിരിക്കും. പിശാച് അവിടെ കയറുകയില്ല. പിശാചിനങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും സാധിക്കാതെ നമ്മൾ പ്രകാശത്താൽ സംരക്ഷിതരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ആഹാരപാനീയങ്ങളെക്കാൾ ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതുകൊണ്ടാണ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആഹാരം വേണ്ടാന്ന് വെക്കുന്നു. നോമ്പ് കാലങ്ങളിൽ ഉച്ചവരെ 3 മണി വരെ ഉപവാസം എടുത്താൽ ആരെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ദൈവം ശോഭിച്ച് അത് തണ്ടിന്മേൽ ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തിയതിന് ശേഷം അത് കെട്ടുപോകുന്ന മറ്റൊരു സാഹചര്യം പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിൻ്റെ കീഴെ വയ്ക്കുകയോ ചെയ്യുക എന്ന് പറയും. കട്ടിലിൻ്റെ കീഴെ നമ്മൾ ആരെങ്കിലും വിളക്ക് വെക്കാറുണ്ടോ? നമ്മൾ സാധാരണ വയ്ക്കാറില്ല. പക്ഷേ കട്ടിലിൻ്റെ കീഴെ ആയിപ്പോവുക ചിലപ്പോൾ. അതെങ്ങനെയാണ്? കട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉറങ്ങാനാണ്, വിശ്രമിക്കാനും ഉറങ്ങാനുമാണ്. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയത്ത് ഉറങ്ങിയാൽ വിളക്കടിയിലായി പോകും. ഉറക്കം ആവശ്യമാണ്, വിശ്രമവും ആവശ്യമാണ്.
പക്ഷെങ്കിലത് ജോലികൾ ചെയ്തതിന് ശേഷം വേണം. നമ്മുടെ ചുമതലകൾ നിർവഹിച്ചതിന് ശേഷമാണ് ഉറക്കം. വേല ചെയ്തതിന് ശേഷമാണ് വിശ്രമം. ചെയ്യേണ്ട വേല ചെയ്യാതെ, ധർമ്മങ്ങൾ നിർവഹിക്കാതെ, തീനും കുടിയും മാത്രമാണ് ജീവിതമെങ്കിൽ പാത്രത്തിൻ്റെയും കട്ടിലിൻ്റെയും കീഴെയായി പോകും നമ്മുടെ ദീപം. അത് നമ്മൾ സ്വയപരിശോധന നടത്തണം. നമ്മുടെ ആത്മാവിൻ്റെ ദീപം ഇപ്പോൾ കത്തിയാണോ ഇരിക്കുന്നത്? അതിന് പ്രകാശമുണ്ടോ? അതോ അത് പാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണോ? അതോ കട്ടിക്കീഴായിപ്പോയോ? അപ്പം അമിതമായ ആഹാരം, അമിതമായ ഉറക്കം, അസമയത്തുള്ള ആഹാരം, അസമയത്തുള്ള ഉറക്കം, അത് നമ്മുടെ ആത്മദീപത്തെ പാത്രത്തിൻ്റെ കീഴെയോ കട്ടിലിൻ്റെ കീഴെയോ ആക്കിയിട്ട് അത് അപകടകരമായി നമുക്ക് ദോഷം ചെയ്യുകയാണ്. ഒരു വിളക്ക് കത്തിച്ച് താഴെ വെച്ചാൽ കിടക്കയ്ക്ക് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം പുക പവിച്ച് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തണ്ടിന്മേൽ തന്നെ ഉയർന്നാണ് തന്നെ ഇരിക്കേണ്ടത്. അത് അവിടുന്ന് താഴോട്ട് താഴാൻ പാടില്ല. പാത്രത്തിൻ്റെ കീഴിയോ കട്ടിലിൻ്റെ കീഴിയോ ഒന്നുമല്ല അതിൻ്റെ സ്ഥാനം. ഊണിനേക്കാൾ ഉറക്കത്തേക്കാൾ അതിന് ദൈവത്തെ സ്നേഹിക്കണം. ഉണർന്നിരിക്കുന്നവർക്കാണ് സുബോധത്തോടെ കർത്താവിനെ ആരാധിച്ച് കല്യാണത്തിന് പോകാനൊക്കുന്നു എന്നുള്ള കാര്യം മത്തായി 25 ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ആത്മദീപം ഒരിക്കൽ കത്തിയാൽ അതിനെ സംരക്ഷിച്ച് ഉയരത്തിൽ തന്നെ വയ്ക്കുവാൻ, എല്ലാവർക്കും വെട്ടം കാണത്തക്ക വിധത്തിൽ തന്നെ ക്രമീകരിപ്പാൻ നാൾതോറുമുള്ള നമ്മുടെ യാമപ്രാർത്ഥനകൾ, നോയമ്പുകൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ആരാധനകളെല്ലാം നമ്മുടെ ദൈവത്തെ കത്തിക്കുവാനും ശോഭിപ്പിക്കുവാനുമാണ്. അതുകൊണ്ടാണ് ഈ ആരാധന സ്ഥലത്തെല്ലാം ദീപം കത്തുന്നു. ഇവിടെ ഈ ആരാധന സ്ഥലത്ത് നടത്തേണ്ട കുരിശിൻ്റെ ചുവട്ടിലൊരു ദീപം കത്തുന്നു. ത്രോണോസിൽ നമ്മൾ ആരാധന സമയത്ത് അവിടെ കത്തിക്കുന്നു. പിതാവിൻ്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയും കത്തിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ആത്മദീപം കടരുത്. അത് കത്തിയാൽ അത് യഥാസ്ഥാനത്ത് ശോഭിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് അവർക്ക് വിളക്കുണ്ടായിരുന്നു. പക്ഷേ ആ വിളക്ക് കത്തുന്നതാണോ ഇല്ലയോ എന്ന് അവർ നേരത്തെ പരിശോധിച്ച് നോക്കിയില്ല. എണ്ണ വേണമെന്ന് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയായിരുന്നു. പക്ഷേ എണ്ണ കൂട്ടുകാർ തരുമെന്ന് തെറ്റിദ്ധരിച്ചു. അവർ പറഞ്ഞ് തരാൻ മനസ്സൊക്കെയാണ്, പക്ഷെങ്കിൽ തന്നാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും തികയില്ല. ഈ വിളക്ക് ഇതിലൊഴിക്കാനുള്ള എണ്ണയെ ഞങ്ങളേ ഉള്ളൂ. അത് ചാല അങ്ങോട്ട് തന്നാൽ പിന്നെ രണ്ടു പേർക്കും തികയാതെ വരും. എല്ലാവരുടെയും വിളക്ക് അസമയത്ത് കെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ തരാൻ സാധ്യമല്ല. ആ കണക്ക് അവർക്കറിയായിരുന്നു. അപ്പോൾ എണ്ണ നേരത്തെ സൂക്ഷിക്കണമെന്നുള്ള ആ ബോധം മാത്രമല്ല, ആ എണ്ണ ആവശ്യമുള്ളിടത്തോളം സമയം പ്രകാശം കൊടുക്കണമെങ്കിൽ അത് എന്തുമാത്രം എണ്ണ വേണമെന്നുള്ള കണക്ക് അവർക്കറിയായിരുന്നു. ആ കണക്കറിയാമായിരുന്നുകൊണ്ടാണ് പറഞ്ഞത്, കൂട്ടുകാരികൾ കടം ചോദിച്ചപ്പോൾ എണ്ണ തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരും, അതുകൊണ്ട് നിങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഈ കണക്ക് കൂട്ടിൽ നമ്മൾ പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധിയിൽ കണക്ക് കൂട്ടി കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ ദൈവം കത്തിക്കാൻ അത്രത്തോളം ദൈവസ്നേഹത്തിൻ്റെ എണ്ണ, ആ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ? നിറഞ്ഞ് കവിയുന്നതാണ് ആർക്കെങ്കിലും കൊടുക്കേണ്ടത്. ചോർത്തി ആർക്കും കൊടുക്കാൻ പാടില്ല. കൊടുത്തിട്ട് നമ്മൾ ശൂന്യരാകാനും പാടില്ല. നിറഞ്ഞ് കവിയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാം. നിറയുന്നതിന് മുമ്പ് കൊടുത്താൽ അവർക്കും നമുക്കും തികയാതെ വരും. അത് ബുദ്ധിമോശമാണ്, ബുദ്ധിശൂന്യതയാണ്. ദാനങ്ങൾ നല്ലതാണ്. അത് കവിഞ്ഞൊഴുകുന്നത് മിച്ചം വരുന്നതാണ് കൊടുക്കേണ്ടത്. കവിഞ്ഞൊഴുകത്തക്കവണ്ണം നമ്മുടെ പാത്രം നേരെ ഇരിക്കണം. പാത്രത്തിന് ഓട്ടയുണ്ടാകാൻ പാടില്ല. പാത്രം നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ എല്ലാവർക്കും ദാനം ചെയ്യുന്നത് നല്ലതാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിറഞ്ഞ് കവിയുന്നത് വേണം. നിറഞ്ഞോ കവിഞ്ഞോ കൊടുക്കാറായോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യാമെന്നുള്ള കാര്യം ഇവിടെ പ്രസക്തമാണ്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വചനിപ്പ് പെരുന്നാളിൽ മാതാവിൻ്റെ ജീവിതം മുഴുവനായി വചനത്തിന് കൊടുത്തു. ഉറച്ചിരുന്ന കല്യാണവും അങ്ങ് മാറ്റി.
പാപപ്പാമ്പിന് തലയതിക്കുന്ന സന്തതിയെ വളർത്തിയെടുക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ ഞാൻ ഗർഭിണിയായി ഈ യേശു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം മാറട്ടെ. ഒന്നാം സ്ഥാനം യേശുവിന് വചനത്തിന് കൊടുത്തുകൊണ്ട് മാതാവിൻ്റെ ദീപം കത്തി. മാതാവിൻ്റെ ആ ദീപം തണ്ടിന്മേൽ തന്നെ വെച്ചു. അത് പാത്രം കൊണ്ട് മൂടിയില്ല, കടുക്കീഴെ വെച്ചുമില്ല. അതുകൊണ്ട് മാതാവിനെ ഇന്ന് നമ്മൾ ആദരിക്കുന്നു. ആ മാതാവിൻ്റെ നാമത്തിലുള്ളതായ പള്ളികൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, ധ്യാനമന്ദിരങ്ങളെല്ലാം ശോഭിക്കുന്നു, അനേകർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതുകൊണ്ട് വചനപ്പെരുന്നാളിന് ഒരുങ്ങുന്ന ഈ സമയം മാമോദിസായിൽ നമ്മളെ കത്തിച്ചതായ ദീപം ഇപ്പോഴും ശോഭിക്കുന്നുണ്ടോ? അത് ആഹാരപാനീയങ്ങൾക്ക് അമിതമായ സ്ഥാനം കൊടുത്ത് പാത്രത്തിൻ്റെയോ കട്ടിലിൻ്റെയോ കീഴേ ആയിപ്പോയെങ്കിൽ എത്രയും വേഗം അത് എടുത്ത് തണ്ടിന് മേൽ തന്നെ വയ്ക്കാൻ സത്യകുംഭസാരം നടത്തി, പുനഃപ്രതിഷ്ഠ നടത്തി, വചനപ്രകാരം ജീവിതത്തെ ശുദ്ധീകരിച്ചാൽ, ആ ദൈവേഷ്ടം ചെയ്താൽ നമുക്ക് മാതാവിനെ പോലെ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ മണവാട്ടിയായി തീരുവാൻ ബുദ്ധിയുള്ള കനികമാരെ പോലെ ഇപ്പം തന്നെ നമ്മുടെ പാത്രം നിറയ്ക്കുവാൻ അത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഒന്ന് കത്തിച്ചു നോക്കുന്നത് നല്ലതാണ്. എല്ലാ യാമപ്രാർത്ഥനയ്ക്കും നമ്മുടെ ആത്മാവിൻ്റെ ദീപം കത്തിച്ചു നോക്കുക, കത്തുവോ എന്ന് 2-3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കുകയാണ്. യാമപ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ ദീപം കത്തുവോ എന്നുള്ളൊരു പരിശോധനയാണ്. ബുദ്ധിയില്ലാത്ത കനികമാർ ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ അവർക്കും പോകാമായിരുന്നു. അവരവസാന മിനിറ്റ് വരെ കാത്തിരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എണ്ണ ആരിൽ നിന്നും കടം കിട്ടുകയില്ല, അവർ തന്നെ അത് സമ്പാദിക്കേണ്ടതായിരുന്നു, അത് വേറെ ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളവർക്ക് വൈകി വന്ന ബുദ്ധി അവരെ മണവാളനറിയില്ല എന്ന് ധരിതീർത്ത് പറയുന്ന അവസ്ഥയിലേക്ക് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ വരുവാണെങ്കിൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ദൈവം നോക്കൊന്ന് കത്തിച്ച് നോക്കാം, നമ്മുടെ തലളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളിവിടെ ഭജനി പെരുന്നാളിൻ്റെ ഒരുക്ക ധ്യാനത്തിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ മാമോദിസായിൽ ഞങ്ങളുടെ ദൈവം ഒന്ന് കത്തിയതാണ്. 12-ാം വയസ്സിൽ അത് കത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വീണ്ടും കത്തിച്ചോ എന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. എല്ലാ കുമ്പസാരത്തിലും, എല്ലാ കുർബാനയിലും, എല്ലാ യാമപ്രാർത്ഥനകളിലും, എല്ലാ നോമ്പിലും, എല്ലാ രഹസ്യ പ്രാർത്ഥനയിലും നീ എൻ്റെ ദീപം കത്തിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും ദീപം കെട്ടുപോയെങ്കിൽ അതൊന്നുകൂടെ കത്തിക്കുവാൻ ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ ദീപം കത്തിയതിന് ശേഷം അതെല്ലാവർക്കും പ്രയോജനകരമാകുവാൻ അത് തണ്ടിന്മേൽ ഉയർത്തി വയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ആഹാരവും ഞങ്ങളുടെ ഉറക്കവും ഞങ്ങളുടെ കിടപ്പുമെല്ലാം അസമയത്ത് അസ്ഥാനത്ത് അയോഗ്യമായിട്ടായിട്ട് ഞങ്ങളുടെ ദീപം കെട്ടുപോവുകയോ മറഞ്ഞു പോവുകയോ മറയപ്പെടുകയോ മൂടപ്പെടുകയോ ചെയ്ത ആ ദോഷം ഞങ്ങളുണ്ടായി ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിനചര്യകൾ, ഞങ്ങളുടെ ഊണ്, ഞങ്ങളുടെ ഉറക്കം, ഞങ്ങളുടെ വേല ഇവയെല്ലാം ഈ ദീപം തണ്ടിന്മേൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുവാൻ, കർത്താവിന് 1-ാം സ്ഥാനം നൽകുവാൻ, ദൈവരാജ്യം മുമ്പേ അന്വേഷിക്കുവാൻ, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്നുള്ള ബോധത്തിൽ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്നൊരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായതിന് ശേഷം ഞങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിച്ച കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചോട്ടിലെത്തി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശുവിനെയും കണ്ട് ആത്മനിറവിൽ, ആത്മസന്തോഷത്തിൽ ദൈവവേല തേച്ച് ജന്മസാഫല്യം അടയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന് നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ എഴുന്നേൽക്കാം.